ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാവട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇമ്മാനുവൽ മിഷൻ TV പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടാണല്ലോ ഇന്ന് പകൽ നമുക്ക് ഒരുമിച്ചിങ്ങനെ കൂടുവാൻ അവസരം ലഭിച്ചത്. ലോകമെമ്പാടുമുള്ള പല സ്ഥലങ്ങളിലുള്ള ഇമ്മാനുവൽ മിഷൻ TV പ്രേക്ഷകരോടുള്ള നന്ദിയെ ഈ സമയത്ത് ഞങ്ങൾ പ്രകാശിപ്പിക്കുന്നു. ഈ ആത്മീയ കൂട്ടായ്മയുടെ നല്ല അനുഭവങ്ങൾ അനേകരിലേക്ക് എത്തിക്കേണ്ടതിന് പ്രയത്നിക്കുന്ന ഈ നല്ല സാഹചര്യങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരുപാട് പേർക്ക് അത് അനുഗ്രഹവും വിടുതലും സമാധാനവും നൽകുന്നു എന്നുള്ളത് ഈ സംരംഭത്തിന് ഒരു വലിയ അനുഗ്രഹമാണ്. തുടർന്ന് ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുവാനും അത് വലിയ അനുഗ്രഹമായി മാറുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, ജീവിതത്തിൽ ഒരു പ്രതീക്ഷയില്ലാതെ ഒക്കെ ഇരിക്കുന്ന ഒത്തിരി പേർക്ക് ഈ സന്ദേശങ്ങൾ, കൂട്ടായ്മകളൊക്കെ അനുഗ്രഹമാവുന്നു എന്നുള്ളതൊരു വലിയ ഭാഗമായി ഞങ്ങൾ മനസ്സിലാക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകരോടും ഈ സമയത്ത് ഞങ്ങൾ വന്ദനത്തെ ചൊല്ലുന്നു. കർത്താവ് നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അല്പസമയമാണല്ലോ നമുക്കുള്ളത്, അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഒരു ദൈവവചന ചിന്ത നിങ്ങളോട് പങ്കുവെക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 33-ാമത്തെ വാക്യം ഈ പകൽ ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിക്കുന്നു. നിങ്ങൾക്കെന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നമ്മൾ ഇന്ന് പകൽ ഈ ദൈവവചന ഭാഗം ചിന്തിക്കുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളെ ഒന്നുകൂടെ ഉത്സാഹിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷമാണ് നമ്മൾ ഈ പകൽ വായിച്ച് കേൾക്കപ്പെട്ടത്. യോഹന്നാന്റെ സുവിശേഷം എന്ന് പറയുമ്പോൾ 4 സുവിശേഷങ്ങളിൽ നമ്മൾ കണ്ടും കേട്ടും വരുന്ന യേശുവിനോട് ബന്ധപ്പെട്ട ചില ഭാഗങ്ങളെ വളരെ വ്യത്യസ്തമായിട്ട് സുവിശേഷങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ഒന്ന്, മത്തായി സുവിശേഷത്തിനകത്ത് യേശുക്രിസ്തുവിന്റെ രാജത്വത്തെക്കുറിച്ചും അല്ലെങ്കിൽ രാജാവായി വരുന്നതിനെ കുറിച്ചും, മർക്കോസിൽ യേശുക്രിസ്തുവിന്റെ ദാസത്വത്തെക്കുറിച്ചും, ലൂക്കോസിൽ യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെക്കുറിച്ചും പറയുമ്പോൾ യോഹന്നാനിൽ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെയാണ് കാണിച്ചു തരുന്നത്. ഒത്തിരി വിശദീകരണങ്ങൾ നൽകുവാനുള്ള സമയം എൻ്റെ മുമ്പില്ലാത്തത് കൊണ്ട് വേഗത്തിൽ ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിലൊന്നാമത്തേതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യേശുക്രിസ്തുവിന്റെ സമാധാനം നമുക്ക് വേണം എന്നുള്ളതാണ്. യേശുക്രിസ്തുവിലുള്ള സമാധാനം, യേശു അനുഭവിച്ച സമാധാനം നമ്മളിലേക്ക് നൽകുന്ന ഒരു നല്ല അനുഭവത്തെ ഇന്ന് പകൽ നമ്മൾ കാണുകയും കേൾക്കുകയും അത് അനുഭവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾക്ക് ഏറ്റവും പ്രധാനമായി വേണ്ടത്. അതിലേറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ് നമ്മൾ വായിച്ചത്. ആ വാക്യം ഇങ്ങനെയാണ്: നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന്. അപ്പം നിങ്ങൾക്ക് എന്നിൽ സമാധാനം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സമാധാനമാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത്. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് എന്ന് യേശുക്രിസ്തു പറയുമ്പോൾ തന്നെ തൻ്റെ കൂടെയുള്ള ശിഷ്യന്മാരോടുള്ള ബന്ധത്തിനകത്ത് അവരുടേതായിട്ടുള്ള ചില ചോദ്യങ്ങളുടെ മറുപടികളൊക്കെ ആയിട്ടാണ് ആ വാക്യങ്ങളിൽ നമുക്കത് ദർശിക്കാൻ കഴിയുന്നത്. യേശുക്രിസ്തുവിന്റെ സമാധാനം ഇന്ന് പകൽ എൻ്റെ കേൾവിക്കാരുടെ അകത്തുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. യേശുക്രിസ്തുവിലുള്ള സമാധാനം എന്ന് ഞാൻ പറയുമ്പോൾ 1-2 ഭാഗങ്ങളിൽ അത് വ്യത്യസ്തമായി എനിക്ക് പറയേണ്ടതായിട്ടുണ്ട്. അതിൽ വേഗത്തിൽ ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ, യേശുക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളിൽ ഉണ്ടാകേണ്ടതിന് ഇത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. അപ്പോൾ ഞാൻ സംസാരിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ ഞാൻ എന്താണ് സംസാരിച്ചത് എന്നുള്ളതിനെ കുറിച്ച് ഒരു വിശദീകരണം അവിടെ ആവശ്യമാണ്. എന്താണ് യേശു സംസാരിച്ചത് എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമേ ഉള്ളൂ. 28-ാമത്തെ വാക്യം മുതൽ പറയുന്നു, ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിൽ വന്നിരിക്കുന്നു. അപ്പൊ യേശുക്രിസ്തു പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിൽ വന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. എന്നിട്ട് ആ വാക്യം പറയുന്നു, പിന്നെയും ലോകത്തെ വിട്ട് ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നു. അപ്പം യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നു എന്നുള്ളതും തിരിച്ചു പോകുന്നു എന്നുള്ളതും വളരെ വ്യക്തമായിട്ട് ആ വാക്യങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോ യേശുക്രിസ്തുവിന്റെ വരവും യേശുക്രിസ്തുവിന്റെ ജീവിതവും തന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ ചെയ്യുന്ന ആ ഒരു ഭാഗത്തെ വ്യക്തമായി പറഞ്ഞിട്ട് അവസാനം യേശുക്രിസ്തു തിരിച്ചു പോകുന്നു എന്ന് പറയുമ്പോൾ ഏൽപ്പിച്ച ദൗത്യം ചെയ്ത് തീർത്ത് യേശുക്രിസ്തു പിതാവിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകുന്നു. അല്ലെങ്കിൽ നമ്മൾ പുസ്തകത്തിൽ കാണുന്നത് പോലെ
അവൻ പോയതുപോലെ തന്നെ വീണ്ടും വരും എന്ന് പറയുന്ന ആ ആത്മീക അനുഭവത്തെ നമുക്ക് ദർശിക്കുവാൻ തക്കവണ്ണം യേശുക്രിസ്തുവിന്റെ ദൗത്യത്താൽ താൻ തിരിച്ച് യാത്ര ചെയ്തു എന്നുള്ളത് അവിടെ യാഥാർത്ഥ്യമാണ്. അപ്പോ യേശുക്രിസ്തു വന്നു, താൻ ചെയ്യാനുള്ളത് ചെയ്തു. എന്തിനാണത് ചെയ്തതെന്ന് ചോദിച്ചാൽ ആ യേശുക്രിസ്തുവിന് പറയാനുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ അതിനൊരു ഭാഗം തെളിവായിട്ട് ആ വാക്യം പറയുന്നു. അപ്പോ യേശുക്രിസ്തുവോട് ബന്ധപ്പെട്ട് തന്നെ ശിഷ്യന്മാരോട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അവിടെ കാണുന്നത്, അവന് ശിഷ്യന്മാർ ഇപ്പോൾ നീ സദൃശ്യമൊന്നും പറയാതെ സ്പഷ്ടമായി സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ, നീ സ്പഷ്ടമായിട്ടാണ് സംസാരിക്കുന്നത്. നിന്റെ വാക്കുകളെല്ലാം വ്യക്തമാണ്, നിന്റെ വാക്കുകളെല്ലാം വളരെ കൃത്യതയോടുകൂടിയുള്ളതാണ് എന്ന് പറഞ്ഞാൽ അതിന് സംശയമില്ല, ഞങ്ങൾക്ക് സംശയമില്ല. ആ ഒരു ഭാഗത്തെ വ്യക്തമാക്കുകയാണ്. അപ്പം നീ വളരെ സ്പഷ്ടമായി സംസാരിക്കുന്നു. എന്ത് സംസാരിക്കുന്നു? അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? നീ സകലവും അറിയുന്ന ദൈവമാണ്, ആരും നിന്നോട് ചോദിപ്പാൻ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കർത്താവിന്റെ അടുക്കൽ അവർ പറയുന്നൊരു കാര്യമുണ്ട്. ആമേൻ, ഇപ്പോൾ നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ ഇതിനാൽ അറിയുകയാണ്. അപ്പം യേശുക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള ആ വരവ്, അല്ലെങ്കിൽ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നതിനുള്ള ആ ഭാഗത്തെ എല്ലാം വ്യക്തമായിട്ടാണ് അവിടെ സംസാരിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് 31 വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. യേശുവോട് പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുവോ എന്ന് യേശു ചോദിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന്റെ ഒരു അർത്ഥം അവിടെ പറയുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ഓരോരുത്തൻ താൻ്റെ സ്വന്തത്തിലേക്ക് ചിതറിപ്പോകുകയും എന്നെ ഏകനായി വിടുകയും ചെയ്യുന്ന നാഴിക വരുന്നു. അപ്പോ നിങ്ങൾ ചിതറിപ്പോകും, ഞാൻ ഏകനായി പോകും എന്ന് പറഞ്ഞാൽ, എന്റെ ആബ്സെൻസ് നിങ്ങൾക്കുണ്ടാകും, എന്റെ ആബ്സെൻസ് നിങ്ങൾക്കുണ്ടാകും എന്ന് പറയുന്നതിന്റെ അർത്ഥം യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ചാണ് യേശുവോടെ പറയുന്നത്. ഞാൻ മരണത്തിന് വിധേയപ്പെടാൻ പോകുകയാണ്, ഞാൻ ക്രൂശീകരണത്തിന് വിധേയപ്പെടാൻ പോകുകയാണ്. ആ സമയത്ത് നിങ്ങളുടെ ഇടയിൽ ഒരു ചിതറിച്ച ഉണ്ടാവും എന്ന് പറഞ്ഞാൽ താൻ സ്വന്തത്തിലേക്ക് ചിതറിപ്പോകും എന്നാണ് അവിടെ പറയുന്നത്. അപ്പോ ആ ഒരു ഭാഗം പറയുമ്പോൾ യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നെ ഏകനായി വിടുന്ന നാഴിക വരുന്നു, വന്നുമിരിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഞാൻ ഏകനല്ല. കാരണം ഞാൻ ഏകനല്ല എന്ന് പറയാൻ ഒരു കാര്യമുണ്ട്. ആമേൻ, പിതാവ് എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഏകനല്ല. അപ്പം ദൗത്യം ചെയ്യാൻ വന്ന യേശു ഭൂമിയിൽ വന്ന് 30-ാമത്തെ വയസ്സിൽ യോർദാന്റെ കടവിൽ വെച്ച് യേശുവിനെ പിതാവായ ദൈവം ലോകത്തിന് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ എന്ന് പറഞ്ഞാണ് ശുശ്രൂഷകളുടെ ആരംഭങ്ങൾ അവിടെ തുടങ്ങുന്നത്. അപ്പോ അങ്ങനെ വരുന്ന യേശുവിനെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് തന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളോട് ഞാൻ പറയട്ടെ, ഈ ഭൂമിയിലേക്ക് യേശു വന്നത് പാപത്തിന്റെ പരിഹാരത്തിന്, മാനവജാതിയെ രക്ഷിക്കുവാൻ പിതാവായ ദൈവം അയച്ച കാര്യം ചെയ്തു എന്നുള്ളത് ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനാണ് യേശു ഭൂമിയിലേക്ക് വന്നത്. താൻ 30 വയസ്സുവരെയും തന്റെ മാതാപിതാക്കൾക്ക് കീഴടങ്ങി ജീവിച്ച യേശുവിനെ നമുക്ക് കാണാൻ കഴിയുന്നത് യോർദാന്റെ കടവിൽ വെച്ച് യേശുവിനെ പിതാവായ ദൈവം പരിചയപ്പെടുത്തുകയാണ്. ഇവൻ എന്റെ പ്രിയപുത്രനാണ്. പിന്നെ അങ്ങോട്ടുള്ള 3.5 വർഷത്തെ തന്റെ പ്രയാണത്തെയാണ് ഈ സുവിശേഷങ്ങളിൽ വ്യക്തമായി നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ആദ്യമായിട്ടൊക്കെ ഈ സന്ദേശം കേൾക്കുന്ന മാന്യ സ്നേഹിതരോട് ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങളുടെ സാഹചര്യങ്ങളോ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥകളോ അല്ല നിങ്ങൾ നോക്കുകയും കാണുകയും ചെയ്യേണ്ടത്. പകരം നിങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന, നിങ്ങൾക്ക് ഒരു മാറ്റം തരാൻ കഴിയുന്ന യേശുവിനെയാണ് ഈ പകൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. എന്റെ ജീവിതത്തിനകത്തൊരു മാറ്റം തന്നത് ഈ യേശു നിമിത്തമാണ്. എന്റെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടാക്കിയത് ഈ യേശു നിമിത്തമാണ്. എന്റെ അവസ്ഥയ്ക്ക് മാറ്റം തന്നത് ഈ യേശു നിമിത്തമാണ്. ഒരു കാര്യം ഞാൻ പറയാം, യേശു ഒരുത്തന്റെ ഉള്ളിൽ വന്നാൽ അവന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു ഭാഗം എന്ന് പറയുന്നത് അവന്റെ ഉള്ളിൽ അന്ന് വരെ ഇല്ലാത്തൊരു സമാധാനം ഉണ്ടാകുമെന്നുള്ളതാണ്. സമാധാനം മറ്റെവിടെയും നമുക്ക് ലഭ്യമല്ല. അതിന്റെ അർത്ഥം സമാധാനം വിൽക്കുന്ന ഒരു ഷോപ്പ് ഇതുവരെയും ഈ ഭൂമിയിൽ ഓപ്പൺ ചെയ്തിട്ടില്ല. ഒരു രാജ്യത്തും അങ്ങനെ കണ്ടിട്ടില്ല. ഈ ലോകത്ത് 250-ലധികം രാജ്യങ്ങളുണ്ട്. വ്യത്യസ്തമായ രാജ്യങ്ങളുടെ ഒത്തിരി സാഹചര്യങ്ങൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരാണ്. പക്ഷേ ഇന്ന് വരെയും ഒരു ബിസിനസ്സുകാരനും ഒരു സാമ്പത്തിക ശേഷിയുള്ള ഒരാളും ഇതുപോലെയുള്ളൊരു സമാധാനം വിൽക്കുന്ന ഒരു കട ഇന്ന് വരെയും തുടങ്ങിയിട്ടില്ല. ഒരു ഷോപ്പും അങ്ങനെ ഓപ്പൺ ചെയ്തിട്ടില്ല. പക്ഷേ ഇന്ന് പകൽ ഞങ്ങൾക്ക്
അല്ലെങ്കിൽ ഇത് അനുഭവിക്കുന്ന ഈ ആ അനുഭവം ഉള്ളിലുള്ള ഞങ്ങൾക്ക് പറയാൻ വളരെ അഭിമാനത്തോടെ പറയാൻ കഴിയും, നിങ്ങളുടെ സമാധാനം യേശു നിമിത്തം നിങ്ങൾക്ക് ലഭ്യമാണ്. അതിന് നിങ്ങൾ എവിടെയും പോകണ്ട, ഒന്നും നിങ്ങൾ ചെയ്യണം നിർബന്ധമില്ല. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത്, നിങ്ങളായിരിക്കുന്ന ഇടത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു തീരുമാനം മാത്രം എടുത്താൽ മതി. കർത്താവേ, എന്റെ അവസ്ഥകൾ ദൈവം അറിയുന്നല്ലോ, എനിക്കൊരു മാറ്റം വേണം, എന്റെ ജീവിതത്തിൽ ഒരു അർത്ഥം എനിക്കുണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ കർത്താവേ, യേശുവേ, അങ്ങ് എന്റെ ഉള്ളിലൊന്ന് വരണേ, അങ്ങ് എന്റെ ഹൃദയത്തിലൊന്ന് വരണേ എന്ന് മനസ്സോടെ ആര് ക്ഷണിച്ചാലും നിങ്ങളുടെ ഉള്ളിലേക്ക് വരുവാൻ വളരെ വെമ്പലോടെ ആശയോടെ ഇരിക്കുന്ന ആ യേശുവിനെയാണ് ഇന്ന് പകൽ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ച് തരുന്നത്. ആ യേശുവിനെ ഞാൻ ഇവിടെ നിന്ന് പരിചയപ്പെടുത്തുകയാണ്. ആ യേശുവിന്റെ സ്നേഹം, ആ യേശുവിന്റെ സാന്നിധ്യം, ആ യേശുവിന്റെ ആമേൻ, ആ യേശുവിന്റെ സഹകരണം, ആ യേശുവിന്റെ സഖിത്വം, ആ യേശുവിന്റെ എല്ലാ നല്ല സ്നേഹങ്ങളും നമുക്ക് ഇന്ന് പകൽ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിൽ നമ്മൾ വായിച്ച വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്, ആമേൻ, നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ടാണ്. എന്താണ് യേശു അങ്ങനെ പറയാൻ കാര്യം? എന്റെ മരണത്തിലേക്ക് ഞാൻ പോകുകയാണ്, എന്നെ ഏൽപ്പിച്ച ദൗത്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നാണ് യേശു പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതകളുണ്ട് എന്ന് യേശുവോട് പറയുന്നുണ്ട്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ യേശു ജീവിച്ച സമയത്ത് യേശു അതിനെല്ലാം ജയിച്ച ആളാണ്. എന്ന് പറഞ്ഞാൽ യേശുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ, പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യേശു പാപത്തെ ജയിച്ച ആളാണ്, യേശു ലോകത്തെ ജയിച്ചു, യേശു മരണത്തെ ജയിച്ചു, യേശു കല്ലറയെ ജയിച്ചു, യേശു ജയിക്കാത്ത ഒരു മേഖലയില്ല, യേശു പിശാചിനെ ജയിച്ചു, സകലത്തിലും യേശു ജയിച്ച ദൈവമാണ് എന്ന് പറയുമ്പോൾ അവന്റെ മക്കളാണ് നമ്മളെങ്കിൽ നമുക്കും ഒരു തോൽവിയില്ല എന്നുള്ളതാണ് ഇവിടെ എനിക്ക് പറഞ്ഞു വെക്കാനുള്ളത്. തോൽവിയില്ല എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ തോൽവികൾ ഉണ്ടാകാൻ സാധ്യതകൾ വരുമ്പോൾ നമ്മൾ തോറ്റുകൊടുക്കുകയല്ല ചെയ്യുന്നത്, പകരം നമ്മൾ യേശു ക്രിസ്തു നിമിത്തം നമ്മൾ അതിനെ ജയിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ യേശു പറഞ്ഞൊരു വാക്ക് വളരെ വ്യക്തമാണ്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് ദുഃഖങ്ങൾ വരാം, ഭാരങ്ങൾ വരാം, രോഗങ്ങൾ വരാം, പല നിലകളിലുള്ള അനർത്ഥങ്ങൾ, അപകടങ്ങൾ ഒക്കെ നമ്മുടെ ഈ ചുറ്റുപാടെല്ലാം ഉണ്ട്. നമ്മൾ എവിടെയായിരുന്നാലും ഏത് സ്ഥലത്തിരുന്നാലും നമുക്കിതൊക്കെ വന്നു ഭവിക്കാം, സാധ്യതകളുണ്ട്. പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തെ അനുസരിക്കുന്ന, ദൈവത്തെ അംഗീകരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ കഷ്ടതകളിൽ നിന്നെല്ലാം ഒരു വിടുതലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യേശു പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ്, ലോകത്തിൽ നിങ്ങൾ കഷ്ടമുണ്ടെങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പോ കർത്താവിന്റെ ആ ഒരു വലിയ ഉറപ്പെന്ന് പറയുന്നത് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്, അല്ലേ? സ്തോത്രം. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം കൂടെ വരികയാണ്, ലോകം അവസാനിച്ചു കഴിഞ്ഞാലോ, ലോകം തീർന്നു കഴിഞ്ഞാലോ? അങ്ങനെയെങ്കിൽ നമുക്കൊരു കാര്യം പറയാൻ കഴിയും, ലോകം അവസാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ യേശുവിനോട് കൂടെയാണ്. യേശു ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മളോട് കൂടെയാണെങ്കിൽ, ഇത് കഴിഞ്ഞാൽ മരണം എന്ന അവസ്ഥയിലൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ, അങ്ങനെ ലോകം അവസാനിക്കുന്നാൽ അങ്ങനെ എങ്ങനെ സംഭവിച്ചാലും നമ്മൾ പിന്നീട് യേശുവിനോട് കൂടെയാണ്. ഒരു വലിയ വലിയ അർത്ഥമുള്ള ഒരു ജീവിത സാഹചര്യം. പ്രിയരെ, എന്റെ പ്രേക്ഷകരോട് ഞാൻ ആത്മാവിൽ ഓർപ്പിക്കുന്ന ഒരു ദൈവശബ്ദം എന്ന് പറയുന്നത്, നിങ്ങളുടെ സമാധാനം യേശു ക്രിസ്തു നിമിത്തമാണ്. ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ ഭാരത്തോടെയാണോ ഇരിക്കുന്നത്? ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ വിഷമിച്ചാണോ ഇരിക്കുന്നത്? നിങ്ങളുടെ പ്രശ്നങ്ങളുടെ ആധിക്യങ്ങൾ എത്ര വലുതാണെന്നുള്ളതല്ല വിഷയം, അത് പരിഹരിക്കാൻ വരുന്ന യേശു അതിന് പരിഹാരകനാണ് എന്നുള്ളതാണ് വിഷയം. ഇന്ന് പകലിൽ തലമുറയെക്കുറിച്ച് ഭാരമുണ്ടാകാം, കുടുംബത്തിലെ സാഹചര്യം കുറിച്ച് ഭാരമുണ്ടാകാം. നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്കൊരു ഒരു മുന്നേറ്റമില്ല. നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്കൊരു മുന്നേറ്റമില്ലാത്ത അവസ്ഥകൾ മാത്രമല്ല, എല്ലാ ദിവസവും നിരാശകളിൽ നിങ്ങൾ അങ്ങനെ ആണ്ടുപോകുകയാണോ എങ്കിൽ അതിനകത്തും നിങ്ങൾക്കൊരു ഒരു ഉത്തരമുണ്ട്. ആ ഉത്തരം മറ്റൊന്നുമല്ല, സകല പ്രശ്നങ്ങളുടെയും പരിഹാരം യേശു ക്രിസ്തു തന്നെയാണ്. അതുകൊണ്ടാണ് ആ വാക്യം വ്യക്തമായി പറയുന്നത്, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അപ്പോ നിങ്ങൾക്ക് എന്നിൽ സമാധാനം എന്ന് പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം തന്നെ 14-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുകയാണ്. ആമേൻ. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അങ്ങനെയാ പറഞ്ഞത്, എന്റെ സമാധാനം. അപ്പോ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശുവിൽ അനുഭവിച്ച ഒരു സമാധാനമുണ്ട്. അത് പിതാവ് തന്നിൽ കൊടുത്ത സമാധാനമാണ്. ആ സമാധാനം തന്നെ ഉള്ളത് കൊണ്ടാണ് ക്രൂശുമരണ കാലഘട്ടത്തെ പഠിക്കുമ്പോൾ 1 അടി തന്റെ ശരീരത്തിൽ ചാട്ടവാറുകൾ കൊണ്ട് അടിക്കുമ്പോഴും യേശു ഒരു വാക്കുകൊണ്ട് പോലും അവരോട് ദോഷമായി സംസാരിച്ചില്ല. അറുക്കാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ നിന്നു കൊടുത്തു എന്ന് പ്രവാചകൻ പറയുമ്പോൾ യേശു എന്താ മൗനമായിട്ടിരുന്നെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമേ
കാര്യമേ ഉള്ളൂ. അടികൊള്ളുമ്പോഴും തന്നിൽ ഏൽപ്പിച്ച ദൗത്യം മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരമാണ്, എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരമാണ്. അങ്ങനെ ആ യേശു ആ സമാധാനത്തിലാണ് അതെല്ലാം സഹിക്കാനിടയായി തീർന്നത്. പ്രിയരെ, ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, എന്ത് പ്രശ്നം വന്നാലും നിങ്ങളുടെ ഉള്ളിൽ ഒരു സമാധാനം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രശ്നത്തിൽ കുലുങ്ങുന്നവരാകത്തില്ല, നിങ്ങൾ ആ പ്രശ്നത്തിൽ ഒരിക്കലും അസ്വസ്ഥപ്പെടത്തില്ല. സാരമില്ല, ദൈവം അതിന്മേൽ ഒരു മറുപടി നൽകും എന്ന് പറയുവാൻ ഒരു ധൈര്യം നിങ്ങൾക്ക് ഉണ്ടാകും. അങ്ങനെയെങ്കിൽ 14-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ വ്യക്തമായി പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്കെന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഞാനിത് എഴുതിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുകയാണ്. അവിടെ പറയുന്നത് എങ്ങനെയാണ്? എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അടുത്ത വാക്യം പറയുന്നത് എങ്ങനെയാണ്? അത് ലോകം തരുന്നത് പോലെ അല്ല, അത് ലോകം തരുന്നത് പോലെ അല്ല. അപ്പോ ഒരു കാര്യം പറയുന്നു, ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. എന്നിട്ട് ഒരു വാക്ക് എടുത്തു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. അപ്പോ നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് എന്ന് പറയാൻ കാര്യം എന്താ? നമ്മുടെ ഹൃദയം കലക്കുന്ന ചുറ്റുപാടിലാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഹൃദയം കലങ്ങുന്ന ചുറ്റുപാടിൽ നിന്നാലും, നിങ്ങളുടെ ഹൃദയം ഭ്രമിച്ചു പോകുന്ന ചുറ്റുപാടിൽ നിന്നാലും നിങ്ങളെ ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു യേശുവിനെ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ നിങ്ങൾക്ക് കൈമാറുകയാണ്. എന്റെ മാന്യ പ്രേക്ഷകരോട് ഞാൻ ആത്മാർത്ഥമായിട്ട് ഓർപ്പിക്കട്ടെ, വിശുദ്ധ വേദപുസ്തകം വളരെ അനന്യമായി, വളരെ വ്യത്യസ്തമായി പറയുന്ന ഒരു ഭാഗം, സമാധാനം മറ്റെവിടെയുമല്ല, സമാധാനം യേശു ക്രിസ്തുവിലാണ്. ആ യേശു ക്രിസ്തുവിനെ ഇന്ന് വരെയും ഒരു രക്ഷകനായി സ്വീകരിക്കാൻ അവസരം ലഭിച്ചിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സന്ദേശം കേൾക്കുന്നത്. ഈ സമാധാനം എനിക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾക്കൊരു അവസരമുണ്ട്. നിശ്ചയമായിട്ടും നിങ്ങൾക്ക് അതിനൊരു വലിയ ചാൻസ് ആണ് ഇപ്പോൾ നൽകുന്നത്. കാരണം നമ്മുടെ ആയുസ് എത്ര നാളുണ്ടെന്ന് നമുക്കറിയില്ല, നമ്മൾ എത്ര നാൾ ജീവിക്കുമെന്ന് നമുക്കറിയില്ല. കാരണം വേദപുസ്തകം അങ്ങനെ പറയുന്നുണ്ടല്ലോ, മനുഷ്യന്റെ ആയുസ് 70, ഏറെയായാൽ 80. അതിന്റെ പ്രതാപം കഷ്ടവും പ്രയാസവുമാണ്, അത് വേഗം തീരുകയും നാം പറന്നു പോവുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ ആ ഒരു കൊച്ചു കാലഘട്ടം, ഒരു കൊച്ചു സാഹചര്യങ്ങൾ, അല്പ വർഷങ്ങളുടെ പഴക്കങ്ങളൊക്കെ നമുക്കുള്ളൂ എങ്കിൽ ഈ ഒരു ജീവിതം യേശുവിന് വേണ്ടി കൊടുക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. നിങ്ങളുടെ പാപം എത്ര കടും ചുവപ്പാണെങ്കിലും ഞാൻ അതിനെ ഹിമം പോലെ വെളുപ്പിക്കാം എന്ന് പറഞ്ഞൊരു യേശു നമ്മുടെ കൂടെ ഉണ്ട്. ആ യേശു നമ്മുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ഇങ്ങനെ കാണുന്നുണ്ട്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കുമെന്നുള്ള ഒരു കൂട്ടായ്മയുടെ ബലം യേശു നമുക്ക് വാഗ്ദാനം ചെയ്യുകയാണ്. അങ്ങനെയെങ്കിൽ എന്റെ മാന്യ ശ്രോതാക്കളോട്, പ്രേക്ഷകരോട് ഞാൻ ആത്മാർത്ഥമായിട്ട് ഓർപ്പിക്കുന്നു, ഈ ഇമ്മാനുവൽ മിഷൻ ടിവിയിലൂടെ എന്നെ ശ്രദ്ധിക്കുന്നവരെ, നിങ്ങൾക്കൊരു ഏറ്റവും വലിയൊരു ചാൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഏത് സാഹചര്യത്തെയും ആമേൻ ഒരു പണി നടത്തുവാൻ, അതിന്മേലൊരു വിടുതൽ നൽകുവാൻ ദൈവത്തിന് കഴിയും. ലോകമെമ്പാടും പലയിടങ്ങളിൽ ഇരുന്നുകൊണ്ട് ഒരു പക്ഷെ നിങ്ങളിത് വീക്ഷിക്കുന്നുണ്ടാകാം. ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളെ തള്ളിക്കളയുന്ന ഒരു ദൈവത്തെ അല്ല നിങ്ങൾ വിളിക്കുന്നത്. നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ ഉൾക്കൊള്ളുന്ന, നിങ്ങളുടെ സ്വഭാവത്തെ അംഗീകരിക്കുന്ന, നിങ്ങളുടെ സാഹചര്യങ്ങളെ അംഗീകരിക്കുന്ന, നിങ്ങൾക്ക് മാറ്റം തരുവാൻ കഴിയുന്ന, നിങ്ങളെ ഉള്ളതുപോലെ കാണാനും കേൾക്കാനും അറിയാനും ആകാംക്ഷയുള്ള നല്ലൊരു യേശുവിനെയാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. അത് ഈ വേദപുസ്തകം വളരെ വ്യക്തമായി പറയുകയാണ്. വേദപുസ്തകത്തിൽ 66 പുസ്തകങ്ങളിലും യേശു ക്രിസ്തുവിനെ കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ടെങ്കിലും ആ യേശുവിനെ ഇന്ന് പകലിൽ സമാധാനം നൽകുന്ന ഒരു യേശുവായി ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. അപ്പൊ ആ യേശുവിൽ എങ്ങനെ സമാധാനം ലഭിക്കും? ഒറ്റ വാക്കേ ഉള്ളൂ, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ആ യേശുവിനെ സ്വീകരിക്കുക. നിങ്ങളുടെ സാഹചര്യങ്ങളെ, നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥകളെ ഒന്നുമല്ല യേശു ചോദിക്കുന്നത്, ആ ഹൃദയത്തിന്റെ സാഹചര്യത്തെയാണ്. ആ ഹൃദയം ഒന്ന് തുറന്നു കൊടുക്കുവാൻ മനസ്സുണ്ടോ? ഏതെങ്കിലും നിലയിൽ നിങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ നിങ്ങൾക്ക് അലട്ടുന്നുണ്ടാകാം. ഒരുപക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോഴും നിങ്ങളുടെ ഹൃദയത്തിലോ ചിന്തയിലോ ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സാഹചര്യമായിരിക്കാം. പക്ഷേ ആ യേശുവിനെ നിങ്ങൾക്ക് ഒരു സാഹചര്യത്തിൽ ഒരവസരമെങ്കിലും നിങ്ങൾക്കത് കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ അത് ഇന്ന് പകരം അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്നവർക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ കൂടെ ഞാൻ ആഗ്രഹിക്കുകയാണ്. ലോകമെമ്പാടും ഇരിക്കുന്ന പലരുമുണ്ട്, ഇത് വീക്ഷിക്കുന്നവരുണ്ട്, കേൾക്കുന്നവരുണ്ട്. പ്രിയരെ, നിങ്ങളിലേക്ക് ഈ യേശുവിനെ ഞാൻ നൽകുകയാണ്. ഈ യേശുവിന്റെ സാക്ഷിയായി, ഈ യേശുവിന് ഹൃദയം കൊടുക്കുന്ന ഒരു നല്ല ദൈവപൈതലായി നിൽക്കുവാൻ, ജീവിക്കുവാൻ നിങ്ങളെ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതിലേക്കുള്ള ഒരു ചുവടുവെപ്പായി ഈ സന്ദേശത്തെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൈമാറുകയാണ്. ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. വിശ്വസ്തനായ ദൈവമേ, സ്വർഗസ്ഥ നല്ല പിതാവേ, ഈ സമയം ഇത്രയും ഈ ലോകമെമ്പാടും ഇരുന്ന് ഈ ഇമ്മാനുവൽ മിഷൻ ടിവിയിലൂടെ ഞങ്ങളെ കേൾക്കുന്ന എല്ലാ വ്യക്തികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സമാധാനത്തിന്റെ യാതൊരു അംശവുമില്ലാത്ത വ്യക്തികൾ, ഹൃദയത്തിൽ നിരാശയോടെ, വേദനയോടെ, ഭാരത്തോടെ ഒക്കെ ഇരിക്കുന്ന ഒത്തിരി പേരുണ്ടല്ലപ്പാ.
യൗവനക്കാരുണ്ട്, മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളും സഹോദരിമാരുമുണ്ട്. പലരും ആ ഒരു നിലയിൽ ഭാരത്തോടെ ഇരിക്കുന്നവരുണ്ട്, ഒരു വഴിയില്ലാതിരിക്കുന്നവരുണ്ട്, എന്ത് ചെയ്യുമെന്ന് ആകാംക്ഷയോടെ ഇരിക്കുന്നവരുണ്ട്, എന്റെ അവസ്ഥ ഇനി എന്താകും എന്ന് ചിന്തിക്കുന്നവരുണ്ട്. കർത്താവെ, ആത്മഹത്യ അല്ലാതെ ഇനിയൊരു വഴിയില്ല, എന്റെ ജീവിതം മടുത്തു എന്നൊക്കെ നിരാശയോടെ പറയുന്നവരുണ്ട്. മാന്യ കേൾവിക്കാരോട് ആത്മാർത്ഥമായി ഈ പകൽ പറഞ്ഞ സന്ദേശം നിമിത്തമായി ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർ ഹൃദയത്തോട് ദൈവം ഇടപെടുമാറാകണമേ. ഈ സമാധാനം അവരും കൂടെ അനുഭവിക്കട്ടെ. രോഗികളായി ഭാരപ്പെടുന്നവര്, ക്ഷീണിതരായിരിക്കുന്നവര്, ഹോസ്പിറ്റലൈസ് ആയിട്ടിരിക്കുന്നവര്, അവരെല്ലാം ഞങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവരുടെ മേലെല്ലാം യേശുക്രിസ്തു നിമിത്തമുള്ള സൗഖ്യത്തെ ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് കൽപ്പിച്ചാക്കുകയാണ്. അവർ യേശുക്രിസ്തുവിന്റെ നാമത്താൽ സൗഖ്യമുള്ളവരായി മാറട്ടെ. ജീവിതത്തിൽ അവർക്ക് സമാധാനമുള്ളവരായി മാറട്ടെ. അവർ സ്വസ്ഥതയുള്ളവരായി മാറട്ടെ. അവരുടെ എല്ലാം വീടുകളിൽ വെളിച്ചമുണ്ടാകട്ടെ. യേശു എന്ന വെളിച്ചമുണ്ടാകട്ടെ. ഞങ്ങൾ ഒരുമിച്ച് ആമേൻ ഈ വ്യക്തികളെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സമാധാനം ഒരിക്കൽ കൂടെ അവർക്ക് വേണ്ടി ആമേൻ നൽകി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗസ്ഥ നല്ല പിതാവേ. അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ദേശം കേൾക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ടായല്ലോ. നിശ്ചയമായിട്ടും തുടർന്നും നിങ്ങൾക്ക് ഈ സന്ദേശങ്ങൾ ടിവിയിലൂടെ ലഭിക്കുന്നതായിരിക്കും. ദയവായി നിങ്ങൾ ആ ദൈവിക പദ്ധതിയിലേക്ക് ചുവടുവെക്കാം. ഈ വചനങ്ങളാൽ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാവട്ടെ. ആമേൻ.